നമുക്കിന്ന് ചട്പട്ട ടേസ്റ്റിൽ ഒരു പിസ്സ ഉണ്ടാക്കിയാലോ, അതും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ. അപ്പോൾ വെൽക്കം ടു രഞ്ജൂസ് വേൾഡ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ദോശക്കല്ല് സ്റ്റൗവിൽ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഓരോന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ കല്ല് നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് ഞാൻ ഒരു തവി ദോശമാവാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഞാൻ ഓൾറെഡി തലേ ദിവസം തന്നെ ദോശമാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫെർമെൻറ്റേഷനൊക്കെ ആയി വന്ന മാവാണ് കേട്ടോ. അത് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലിലൊരു അടപ്പ് വെച്ചൊന്ന് വേവിക്കുക. അപ്പോൾ ആ സമയത്ത് നമുക്കത് ഈവനായിട്ടൊന്ന് വെന്ത് കിട്ടും. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ. തീ കൂട്ടിയിടാൻ പാടില്ല. അപ്പോൾ അത് നല്ല ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു സൈഡിൽ നിന്ന് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് പിസ്സ ടോപ്പിങ്. ഇത് പിസ്സ ടോപ്പിങ് ചെറിയ പൗച്ചിലൊക്കെ നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും. അതാണ് കേട്ടോ ഞാൻ സ്പ്രെഡ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് എരിവും പുളിയും ഒക്കെ ഉള്ള ചില്ലി ടൊമാറ്റോയുടെ കെച്ചപ്പാണിത്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ്, ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എന്ത് വെജിറ്റബിൾസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് ബട്ടറിലോ ഒലിവ് ഓയിലോ സോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സോർട്ട് ചെയ്യാം. ഞാൻ റോ ആയിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. ഒരിക്കലും ആ റോ ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഒരുപാട് അത് സോർട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒലിവ് ഓയിൽ ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് റോ ആയിട്ട് തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ, അതും ഞാൻ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ്, അതും നമുക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഉപ്പും കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു. ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനത് ആഡ് ചെയ്തിട്ടില്ല. അതിനുശേഷം ഞാൻ സീസണിങ്ങിന് വേണ്ടിയിട്ട് ഒറിഗാനോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒറിഗാനോ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ചീസ് തന്നെയാണ്. അപ്പോൾ ചീസ് നന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു അടപ്പ് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. ആ സമയത്ത് ആ ചീസ് നന്നായിട്ട് മെൽറ്റായി ആ വെജിറ്റബിൾസ് ഫുള്ളൊന്ന് വെന്ത് കിട്ടും. ഏകദേശം ഒരു 2-3 മിനിറ്റ് എന്തായാലും എടുക്കും കേട്ടോ. കാരണം അത് സിമ്മിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അത് വളരെ സ്ലോ ആയിട്ട് അത് വെന്ത് അത് മെൽറ്റായി വരുള്ളൂ. അപ്പോൾ അതിനുള്ള സമയം എടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതെ നമ്മുടെ പിസ്സ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ടേസ്റ്റിയോടും ഹെൽത്തിയോടും കൂടി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പിസ്സ റെസിപ്പിയാണ് കേട്ടോ ഇത്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ പോസിറ്റീവ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാനും കൂടി മറക്കല്ലേ കേട്ടോ.